നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കൊച്ചിൻ സെക്ടറിൽ നിന്ന് BHIC 131 യൂണിറ്റ് 11 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ യൂണിറ്റ് 11 ഇന്ത്യയിൽ രണ്ട് മേജറായിട്ടുള്ള റിലീജിയൻ അല്ലെങ്കിൽ മതം, പുതിയതായിട്ട് ഉണ്ടായ മതങ്ങൾ, ഒന്ന് ബുദ്ധിസം, അടുത്തത് ജൈനിസം. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കാരണം ആദ്യത്തെ നമ്മൾ വേദിക് പീരീഡിൽ 6ാമത്തെ സെഞ്ചുറിയിൽ നമ്മൾ കണ്ടു, ഇന്ത്യയിൽ വേദിക് കൾച്ചറും ലേറ്റർ വേദിക് കൾച്ചറും, വേദങ്ങളുടെ ഉത്ഭവം, മതപരമായിട്ടുള്ള വേദങ്ങളുടെ ഉത്ഭവങ്ങളും 4 ഋഗ്വേദവും അതിൻ്റെ കാര്യങ്ങളും എന്തൊക്കെ റിച്വൽസ് ആണ് നടത്തി വന്നിരുന്നത്, അത് കുറെ കാലങ്ങളായിട്ട് എങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ബ്രാഹ്മണാസ് എന്നല്ലെങ്കിൽ ബ്രാഹ്മൺസിന്റെ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രാധാന്യം. കാരണം എല്ലാ മതപരമായ യാഗങ്ങൾക്കും എല്ലാ വിധത്തിലുള്ള പൂജകൾക്കും ബ്രാഹ്മണന്റെ സാന്നിധ്യവും ബ്രാഹ്മണനാണ് ചെയ്തിരുന്നത്. ഈ ബ്രാഹ്മണന്മാര് ചെയ്യുമ്പോൾ അവർക്കാണ് ഈ വേദങ്ങളെപ്പറ്റി അറിയുന്നത്. ഈ വേദങ്ങൾ കാരണം ഇതെന്നും എഴുതി വെച്ചിട്ടില്ല, എല്ലാം അശരീരിയായിട്ട് കേട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് അതിനെ അടുത്ത ജനറേഷൻ, അടുത്ത വംശത്തിന് ഓറലായിട്ട് അല്ലെങ്കിൽ വായിൽ പറഞ്ഞിട്ട് കേട്ട് കേൾവിയിൽ പഠിച്ചതാണ് ഈ 4 വേദങ്ങൾ. ഈ ഓരോ വേദങ്ങളും ഋഗ്വേദ, സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ 4 വേദങ്ങൾ കേട്ട് കേൾവിയിൽ പഠിച്ചതും ആ വേദത്തിൽ കൂടെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ആ സമയത്ത് വേദിക് പീരീഡിലും ലേറ്റർ വേദിക് പീരീഡിലും കുറെ വർഷങ്ങളോളം യുഗങ്ങളാകെ പോകുമ്പോഴത്തേക്കും അവിടെ സ്ഥാനത്തിൽ സമൂഹത്തിൽ ബ്രാഹ്മണ മേധാവിത്വം കൂടുമ്പോൾ അത് ഒരു കുറെ കാലം കഴിയുമ്പോഴത്തേക്കും അവർ കൂടുതലായിട്ട് മേധാവികളാകുമ്പോൾ ക്ഷത്രിയൻ എന്നുള്ളത് രാജാവാണ്. ഇപ്പൊ രാജാവിന്റെ ഒരു ശിൽബന്തി അല്ലെങ്കിൽ രാജാവിന്റെ ടീച്ചർ അല്ലെങ്കിൽ രാജാവിന്റെ ഗുരു എന്നുള്ള ലെവൽ ബ്രാഹ്മണന്മാരെ പൂജാധികാരങ്ങളും അല്ലെങ്കിൽ യാഗങ്ങളും ചെയ്യാനും, അതായത് രാജാവിന് വേണ്ടി ചെയ്യുന്നവരാണ്. അപ്പോൾ രാജാവിന് വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് കാരണം അവർക്ക് ഒരു പടി, ചെറുതായിട്ട് ഒരു പടി രാജാവിനെ അവർ പറയുന്ന വിധത്തിൽ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ 4 വർണ്ണങ്ങളിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യ, ശൂദ്ര, അപ്പൊ അത് അത്ര അല്ലെങ്കിൽ അവരുടെ സ്ഥാനം കുറച്ച് കൂടുതലായതുകൊണ്ട് അത്രത്തോളം എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ 2 പുതിയ മതങ്ങൾ ഉണ്ടാകാനുള്ള കാരണം, അതായിരിക്കും നമ്മൾ പറയാൻ പോവുക. 2 മതം, അതായത് ബുദ്ധിസവും ജൈനിസവും ഉണ്ടാകാനും അത് ഉത്ഭവിക്കാനും അത് പിന്നെ ഈ ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിക്കാനും, അത് ഇന്ത്യയിൽ മാത്രമല്ല അടുത്ത നെയ്ബറിങ് കൺട്രീസിലും അത് സ്പ്രെഡ് ആകാനുള്ള കാരണങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വിശദീകരണമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ എന്ത് കാരണം കൊണ്ടാണ് ഈ പുതിയതായിട്ടുള്ള ഇത്രയും വളരെ വിപുലമായ ഹിന്ദു മതമുള്ള ഒരു രാജ്യത്ത് പുതിയ 2 മതങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഈ വേദിക് പീരീഡില് ഞാൻ നേരത്തെ പറഞ്ഞു ബ്രാഹ്മണ മേധാവിത്വം കൂടി. മേധാവിത്വം മാത്രമല്ല, എല്ലാത്തിനും ഒരു പൂജ ചെയ്യണം, റിച്വൽസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പൂജ ചെയ്യണം. ആ പൂജകളൊക്കെ വളരെ വിശാലമായിട്ട് ചെയ്യണം, വിശാലമായിട്ട് ചെയ്യുകയും വേണം. വളരെ എക്സ്പെൻസീവ് ആയിട്ട് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാം കൊടുക്കുമ്പോൾ സാധാരണക്കാർക്ക് അവർക്ക് അത് ഇത്തിരി കൂടുതൽ അതായത് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഒരു ചൂഷണം ചെയ്യുക. ബ്രാഹ്മിൻസ് ബാക്കിയുള്ളവരെ ഒരു ചൂഷണം ചെയ്യാന്നുള്ള, എല്ലാ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ പൂജ ചെയ്യൂ, ആ പൂജ ചെയ്യൂ. പൂജ ചെയ്യണമെങ്കിൽ ബ്രാഹ്മൺ അവിടെ വരണം. അപ്പോൾ ബ്രാഹ്മണന് ദക്ഷിണയും കൊടുക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞ മാതിരി അവർക്ക് സാധനങ്ങളായിട്ട്, മെറ്റീരിയൽസ് ആയിട്ട് അരി, പഞ്ചക്കറി, അങ്ങനത്തെ സാധനങ്ങള്, വസ്ത്രം, പിന്നെ ദക്ഷിണ, ഇതൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ചെലവ് വരുന്നു. എല്ലാ
പൂജകളും വളരെ നീണ്ടുപോകുന്നു, വളരെ ചെലവ് കൂടിയതാവുന്നു. അപ്പോൾ ഇത് ഇത്തിരി ആ കാലഘട്ടങ്ങളിൽ അത് ഇത്തിരി വിഷമമായിട്ട് കണ്ടു. ഒരു കാരണം. രണ്ടാമത്തെ കാരണം വെച്ചാൽ ഇവർക്ക് ഈ ബ്രാഹ്മണന്മാരിൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ കിട്ടുന്ന ഒരു പ്രാധാന്യം ബാക്കിയുള്ള വർണ്ണത്തിൽ ജനിച്ചവർക്കൊന്നും അത്രയും കിട്ടുന്നില്ല. അപ്പോൾ ഈവൻ ഈ ക്ഷത്രിയനായ രാജാവിന് കൂടെ ചില സമയത്ത് അത് ഇത്തിരി കടന്ന കൈയായിട്ട് തോന്നിയിട്ടുണ്ടാവും. കാരണം ഒരു രാജാവ് യുദ്ധത്തിന് പോണതിന് മുമ്പ് ഒരു യാഗം നടത്തണം. അതായത് ഈ യുദ്ധത്തിൽ നമ്മൾ ജയിക്കണം, അല്ലെങ്കിൽ ഈ യുദ്ധം കാരണം എൻ്റെ രാജ്യം നഷ്ടപ്പെടാണ്ടിരിക്കണം. അപ്പൊ അങ്ങനെയും വരുമ്പോഴത്തേക്കും അവർക്ക് ഈ രാജാക്കന്മാർക്കും ചെറുതായിട്ടുള്ള ഒരു മനോവിഷമം ഉണ്ടായിരുന്നു ഈ ബ്രാഹ്മിൻസിന്റെ അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരുടെ മേധാവിത്വം കാരണം. പിന്നെ വൈശ്യന്മാർക്കും എല്ലാ കാരണവശാലത്തിലും വൈശ്യർക്ക് അവർക്ക് ബിസിനസ് നഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാലും അപ്പോഴും പറയും ഈ യാഗം നടത്തുക അല്ലെങ്കിൽ ഈ പ്രാർത്ഥന നടത്തുക. അങ്ങനെ വരുമ്പോഴും അവർക്കും ഒരു ഇത്തിരി വിഷമം വന്നു. ഇങ്ങനത്തെ ബ്രാഹ്മിൻസിന്റെ ചൂഷണം ചെയ്യുക, സമൂഹത്തിനെ ചൂഷണം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു തോന്നൽ തോന്നിയപ്പോൾ അവർക്കും അത് വിഷമമായിട്ട് തോന്നി. പിന്നെ ബാക്കി ഈ സമയ കാലഘട്ടങ്ങളിൽ, അതായത് പുതിയതായിട്ടുള്ള കാലഘട്ടങ്ങളിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈവൻ നമ്മളിപ്പോ പറയാണ് ബുദ്ധിസവും ജൈനിസവും ഈ രണ്ട് പുതിയ മതത്തിന്റെയും ഉത്ഭവം വരുന്നത് ക്ഷത്രിയന്മാരുടെ ക്ഷത്രിയ കുടുംബത്തിൽ നിന്നുള്ളവരാണ് വരുന്നത്. അപ്പൊ അവർക്കും അവരിതിനെപ്പറ്റി എന്തിനെപ്പറ്റി വേദത്തിലും, അതായത് ഹിന്ദു മതത്തിലെ വേദവും വേദം മുഖാന്തരം ബ്രാഹ്മണന്മാരുടെ മേധാവിത്വത്തിനെ പറ്റിയും അതിനെ പറ്റി അവര് വിശദമായിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കാലഘട്ടങ്ങളിൽ പുതിയതായിട്ടുള്ള ഒരു, അതായത് സിമ്പിളായിട്ട് തോന്നണം അല്ലെങ്കിൽ വളരെ ചെലവില്ലാത്ത വിധത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു റിച്വൽസ് ഉണ്ടാകാണ്ട് വരിക. അതായിരുന്നു അവരുടെ ഉദ്ദേശം. ഇതായിരുന്നു ഇതിന്റെ ഈ പുതിയ മതങ്ങൾ വരാനുള്ള കാരണം. നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇനി എന്തൊക്കെയാണ് ഈ രണ്ട് മതത്തിലുള്ളവര് റോയൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിസത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ബുദ്ധന്റെ അച്ഛൻ അല്ലെങ്കിൽ ശാക്യ ക്ലാനിന്റെ ഹെഡാണ് അങ്ങേര്. ആ ശാക്യ ക്ലാനിന്റെ ഹെഡാണ് സുധോധന എന്ന് പറയും. അങ്ങേരാണ് മകൻ സിദ്ധാർത്ഥൻ അല്ലെങ്കിൽ സിദ്ധാർത്ഥനാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു ബുദ്ധനായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ സിദ്ധാർത്ഥയുടെ അമ്മ അല്ലെങ്കിൽ അമ്മയും ഒരു കോളിയ ക്ലാൻ എന്ന് പറയും. അതായത് അവിടത്തെ ആ ക്ലാനിന്റെ ആ ഗ്രൂപ്പിന്റെ ആ വംശത്തിന്റെ പ്രിൻസസ് ആണ്. അപ്പൊ അച്ഛനും അമ്മയും രണ്ടുപേരും പ്രിൻസ്ലി ക്ലാസ് ആണ്, അല്ലെങ്കിൽ രാജകീയ കുടുംബമാണ്, രാജകുടുംബത്തിലെ അംഗങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു അച്ഛനും അമ്മയും രാജകുടുംബത്തിൽ ഉണ്ടാകുന്ന കുട്ടി പ്രിൻസോ അല്ലെങ്കിൽ പ്രിൻസസോ ആവും, രാജകുമാരി അല്ലെങ്കിൽ രാജകുമാരൻ. അപ്പൊ ഇവിടെ സിദ്ധാർത്ഥൻ ജനിക്കുന്നത് ലുംബിനിയിലാണ്. ലുംബിനിയില് നേപ്പാളിലാണ് ജനിക്കുന്നത് ഏകദേശം 566 BC-യിലാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പെർമനന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ഏകദേശമായിട്ടുള്ള ഒരു ഡേറ്റ് ആണ് അത്. ഈ രാജകുടുംബത്തിൽ ജനിച്ച് രാജകുടുംബത്തിൽ കൂടെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ ഈ സിദ്ധാർത്ഥന് മനസ്സിലൊരു സുഖം അല്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടായിരുന്നില്ല. എന്ത് കാരണങ്ങളാണ്? ഒന്ന്, വയസ്സായ ഒരു ജീവിതം, വയസ്സായ ആൾക്കാരെ കാണുക, സുഖമില്ലാത്തവരെ കാണുക, അല്ലെങ്കിൽ മരണം. ഈ 3 കാരണങ്ങളാണ് മെയിനായിട്ട്. എന്താണ് ഇത് വരുന്നതിന്റെ കാരണങ്ങൾ? എന്തുകൊണ്ട് വയസ്സാവുന്നു? എന്തുകൊണ്ട് അസുഖം വരുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു മരണം സംഭവിക്കുന്നു? ഈ 3 കാര്യങ്ങള് സിദ്ധാർത്ഥന്റെ മനസ്സിൽ ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പോൾ സിദ്ധാർത്ഥൻ വിചാരിച്ചു ഇതിന്റെ കാരണം എന്താന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി ആ മനസ്സിന്റെ ജിജ്ഞാസയെ നിർത്താൻ വേണ്ടിയിട്ട്
പുള്ളി ആ എന്താ പറയാ കുടുംബം വിട്ട് അല്ലെങ്കിൽ രാജസദസ് വിട്ട് അല്ലെങ്കിൽ രാജകുടുംബം വിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു എന്നിട്ടാണ് തേടുകയാണ് ഇതിനെ. കാരണം സിദ്ധാർത്ഥന്റെ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, എന്തുകൊണ്ടാണ് ഈ സംഭവങ്ങൾ, മേൽപ്പറഞ്ഞ സംഭവങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ഒരു മനുഷ്യന്റെ വിഷമതകളും മനുഷ്യന്റെ കഷ്ടതകളും അനുഭവിച്ചിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങേര് രാജകുടുംബം വിട്ടു പോയി അലഞ്ഞ് ഒരു സന്യാസിമാരെ കണ്ട് അലാറ കൽമ എന്ന് പറഞ്ഞ ഒരു സന്യാസി അടുത്ത് നിന്ന് ഇതിനുള്ള കാരണം, ഇതിനുള്ള മാർഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. ആ മാർഗമാണ് മെഡിറ്റേഷൻ, ധ്യാനം ചെയ്യുക. ധ്യാനത്തിൽ കൂടി നമുക്ക് ഇതിന്റെ വിശദ വിവരങ്ങൾ അറിയാൻ പറ്റും. അത് മാത്രമല്ല, വളരെ റിജിറ്റ് ആയിട്ടുള്ള ധ്യാനങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. ഗൗതമ ബുദ്ധ എന്ന് വരുന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. ഇപ്പൊ ഇവിടെയൊക്കെ സിദ്ധാർത്ഥനെ നമ്മൾ ഉപദേശിക്കാൻ പാടുള്ളൂ. അപ്പൊ സിദ്ധാർത്ഥൻ സ്വന്തമായിട്ട് വളരെ ടോർച്ചറായിട്ട് 49 ദിവസം കഴിയുമ്പോൾ 49ാമത്തെ ദിവസമാണ് അങ്ങേർക്ക് എൻലൈറ്റ്മെന്റ് കിട്ടുന്നത്. എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു നോസ്, ദ സുപ്പീരിയർ, അല്ലെങ്കിൽ ഗൗതമ ബുദ്ധൻ എന്നുള്ള പേര് വരുന്നത് ഈ 50ാമത്തെ ദിവസം. 49 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ധ്യാനത്തിലിരുന്ന് എന്ത് കാരണം കൊണ്ടാണ് മനുഷ്യരിൽ അസുഖങ്ങൾ വരുന്നത്, മനുഷ്യന് മിസറി വരുന്നത്, മനുഷ്യന് കഷ്ടകാലം വരുന്നത്, മനുഷ്യന് മരണം വരുന്നത് എന്നുള്ളതിനെ പറ്റി ധ്യാനിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ധ്യാനിച്ചിട്ടാണ് ആ ധ്യാനം മുഖാന്തരം ഒരു ജ്ഞാനം, ആ ജ്ഞാനത്തിനാണ് നമ്മൾ കിട്ടുന്ന, ആ ജ്ഞാനത്തിനാണ് നമ്മളെ എൻലൈറ്റ്മെന്റ് എന്ന് പറയാ. അപ്പൊ അങ്ങനെ അതിനുശേഷമാണ് സിദ്ധാർത്ഥ എന്നുള്ള പേര് മാറി ബുദ്ധ എന്നായി. ബുദ്ധ എന്ന് വെച്ചാൽ എല്ലാത്തിനെ പറ്റി ഒരു അറിവുള്ള ആള്, അല്ലെങ്കിൽ എൻലൈറ്റൻഡ് പേഴ്സൺ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിന് അങ്ങേര് തുടങ്ങിയിട്ടുള്ള സിദ്ധാർത്ഥ തുടങ്ങിയിട്ടുള്ള ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു മതപരമായ കാര്യങ്ങളാണ് നമ്മൾ ആ പേരിൽ നിന്ന് ബുദ്ധിസം എന്ന് മാറ്റുന്നു. ഓക്കെ, ഇവിടെ ബുദ്ധൻ ആദ്യമായിട്ട് ഒരു പാർക്കിൽ, ഈ ഡിയർ പാർക്ക് ഉണ്ട്, ആ ഡിയർ പാർക്കിൽ വെച്ചിട്ടാണ് ഈ കിട്ടിയ അറിവിനെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ബുദ്ധൻ ചെയ്തത്. അത് ഫസ്റ്റ് സെർമൺ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ എന്താണ് സെർമൺ എന്ന് വെച്ചാൽ ധർമ്മചക്ര പരിവർത്തനത്തില് അവിടെ ഈ പാർക്കിൽ ഇരുന്നിട്ട് പുള്ളി ഈ ജ്ഞാനത്തിൽ കൂടെ അല്ലെങ്കിൽ ധ്യാനത്തിൽ കൂടെ കിട്ടിയ അറിവിനെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ഈ നഷ്ടം വരുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് മരണം വരുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് അല്ലെങ്കിൽ ലൈഫിൽ കഷ്ടകാലങ്ങൾ വരുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്, ഇതിനെപ്പറ്റി ഒരു ചക്രത്തിന്റെ ലെവലിൽ ഇരുന്നിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഗൗതമ ബുദ്ധയ്ക്ക് കിട്ടിയിട്ടുള്ളത് 5 ശിഷ്യന്മാരാണ്. ഈ 5 ശിഷ്യന്മാരാണ് അശ്വതി, ഉപാലി, മുഗാലൻ, സരിപുര, ആനന്ദ. ഇവരാണ് ആദ്യത്തെ 5 ശിഷ്യന്മാർ. ഈ 5 ശിഷ്യന്മാരെ ഇരുത്തി അവർക്കാണ് ഗൗതം ബുദ്ധ തൻ്റെ അറിവിനെ പകർന്നു കൊടുക്കുന്നു. തൻ്റെ അറിവ് പകർന്നു കൊടുത്ത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ മനസ്സിലാക്കി കൊടുത്ത ശേഷമാണ് ബുദ്ധൻ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ സംഘം എന്ന് പറയാം. സംഘം എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ്, ചെറിയ ഗ്രൂപ്പ്. അപ്പോൾ ആദ്യമായിട്ട് ബുദ്ധന്റെ ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ഇത് 2 ശ്ലോകങ്ങളാണ് അവർ മാറി മാറി പറഞ്ഞു പോകുന്നത്. ഇതിൽ കൂടെയാണ് ശ്രാവന്തിയില് ഏറ്റവും കൂടുതൽ സർമൺസ് നടത്തിയിട്ടുണ്ട്. ഈ ശ്രാവന്തിയില് അത് കൂടാണ്ട് ബുദ്ധൻ പോയിട്ടുള്ള സ്ഥലങ്ങളാണ് സാർനാഥ, മധുര, രാജഗ്രഹ, ഗയ, പാടലിപുത്ര. ഇവിടെയൊക്കെ പോയി എല്ലാ സ്ഥലങ്ങളും ബുദ്ധനും ബുദ്ധന്റെ ശിഷ്യഗണങ്ങളും കൂടെ പോയി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ആൾക്കാർക്ക്. എന്തുകൊണ്ടാണ് നമുക്ക് കഷ്ടങ്ങൾ വരുന്നത്? അപ്പോൾ ബുദ്ധന്റെ സംസാരം അല്ലെങ്കിൽ ബുദ്ധന്റെ സ്പീച്ച് അല്ലെങ്കിൽ ബുദ്ധന്റെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കിയിട്ട് പലരും അതിനെ മനസ്സിലാക്കുന്നു, അത് അക്സെപ്റ്റ് ചെയ്യാം.
ഈ ബുദ്ധൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ബുദ്ധന്റെ ശിഷ്യന്മാരാകുന്നു. അതിൽ നമ്മൾക്ക് ഇവിടെ കാണുന്നുണ്ട് ബിംബിസാര, അജാതശത്രു, പ്രസിദ്ധ, ഇവരൊക്കെ ഉദയന, ഇവരൊക്കെ രാജകുടുംബത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ രാജാക്കന്മാരാണ്. ഇവര് ഈ ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങളിനെ മനസ്സിലാക്കി അവരുടെ ബുദ്ധന്റെ ശിഷ്യനായിട്ട് അല്ലെങ്കിൽ ബുദ്ധമതമായിട്ട് അവര് ബുദ്ധിസ്റ്റായിട്ട് മാറുന്നു. ഇവിടെ കപിലവസ്തുവിലേക്ക് പോകുന്നുണ്ട്. കപിലവസ്തുവിൽ പോയി അങ്ങേരുടെ ഫോസ്റ്റർ മദർ അല്ലെങ്കിൽ അവരുടെ അറിഞ്ഞവരെ കൂടെയും ഈ സ്വയം ജ്ഞാനം കിട്ടിയ ജ്ഞാനത്തിനെ പകർന്നു കൊടുക്കുന്നു. അവരും ഈ ജ്ഞാനത്തിലെ അല്ലെങ്കിൽ ഈ പോളിസി അല്ലെങ്കിൽ എന്താ പറയാ, ഈ മതത്തിനെ, പുതിയതായിട്ട് ഉണ്ടായ മതത്തിനെ മനസ്സിലാക്കുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. 80 വയസ്സിലാണ് ഗൗതം ബുദ്ധ കുശിനഗറിൽ വെച്ചിട്ട് മരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ സമാധിയാകുന്നു പറയും. നമ്മൾ സമാധി എന്നാ പറയാ, ഇങ്ങനെ ഗുരുക്കന്മാരെ മരിക്കുന്നു എന്ന് പറയില്ല, സമാധിയാകുന്നു. അപ്പൊ അതിനുശേഷമാണ് ഈ ബുദ്ധിസം വളരെ കാര്യമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നത് നമുക്ക് കാണാം. ഇതില് ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ടീച്ചിങ്സ് അല്ലെങ്കിൽ ഇത് ബുദ്ധന്റെ ബേസിക് ആയിട്ടുള്ള പറയുന്നത്, ആദ്യം പറഞ്ഞത് നോബിൾ ട്രൂത്ത് എന്ന് പറയും. രണ്ടാമത്തത് 2 വിധത്തിലാണ് ബുദ്ധൻ പറഞ്ഞത്. ഒന്ന് നോബിൾ ട്രൂത്ത്, 4 നോബിൾ ട്രൂത്തും, രണ്ടാമത്തത് 8 ഫോൾഡ് പാത്ത്. അപ്പോ ഇതിൽ ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെങ്കിൽ എംഫസൈസ് കൊടുത്തിട്ടുള്ളത് കർമ്മം ചെയ്യാന്നാണ്. ഞാൻ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യാം. പിന്നെ അത് കൂടാണ്ട് പറഞ്ഞു നിർവാണം, അല്ലെങ്കിൽ നിർവാണം എന്ന് വെച്ചാൽ നമുക്ക് പറയാം മോക്ഷം കിട്ടുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തോ അവസാനം നമ്മൾക്ക് നിർവാണം കിട്ടണം, അല്ലെങ്കിൽ മോക്ഷം കിട്ടി ഈ ജീവിതം അവസാനിപ്പിക്കണം. ബുദ്ധൻ പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ആദ്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവനവന്റെ ആക്ഷൻ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്തായിരിക്കണം, നമ്മൾ ചെയ്യുന്ന മോറൽ ലൈഫ് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് 8 ഫോൾഡ് പാത്തിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഈ ആദ്യത്തെ 5 ശിഷ്യന്മാരെ ഇരുത്തി അവർക്ക് തൻ്റെ ജ്ഞാനം പകർന്നു കൊടുക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. എന്താണ് ഈ 4 സത്യം അല്ലെങ്കിൽ ഈ 4 കാരണങ്ങൾ എന്താണ്? ആദ്യം പറയുന്നത്, ലോകം മുഴുവനും കഷ്ടം ഉണ്ട്. എന്തിനാ കഷ്ടം വരുന്നേ? കഷ്ടത്തിനൊരു കാരണമുണ്ട്. എന്ത് കാരണമാണ്? നമുക്ക് ആഗ്രഹം ഉണ്ടാവുന്നു, വല്ലാത്ത ആഗ്രഹം. അതുകൂടാണ്ട് അറിവില്ലായ്മ, പിന്നെ ഓരോന്നിനും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒന്നിനോടൊന്നുള്ള കൂടുതലായിട്ടുള്ള സ്നേഹം ഒട്ടിപ്പിടിച്ചിരിക്കുക, അതാണ് കാരണം. നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നു, എനിക്ക് ലോട്ടറി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് മെർസിഡീസ് കാർ ലോട്ടറിയിൽ കിട്ടണം എന്ന് ആഗ്രഹിച്ചു, കിട്ടിയില്ലെങ്കിൽ വിഷമമായി. അപ്പൊ നമുക്ക് അവിടെ വിഷമം വന്നു. അപ്പൊ അത് ആഗ്രഹിക്കാണ്ടിരുന്നാൽ മതിയല്ലോ. അതേമാതിരി അറിവില്ലായ്മയും ഒരു കാരണമാണ്. അപ്പൊ ഈ 3 കാരണങ്ങളാണ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരാനുള്ള കാര്യങ്ങൾ. ഇനി ഈ വിഷമത്തിനെ അല്ലെങ്കിൽ സഫറിങ്ങിനെ എങ്ങനെ മാറ്റാം എന്ന് വെച്ചാൽ, അതിന് നമ്മള് ഒരു അഷ്ടഗൃഹ്യ മാർഗ എന്നുള്ളത് നമ്മൾ ഫോളോ ചെയ്യണം. അതായത് ശരിയായ പാതയിൽ കൂടെ പോയാൽ നമ്മൾക്ക് ഈ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് മുക്തി നേടാം. അതാണ് പറഞ്ഞിട്ടുള്ളത്. 8 വിധത്തിൽ 8 സ്റ്റെപ്പായിട്ടാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ അഷ്ടം എന്ന് വെച്ചാൽ 8 മാർഗം, 8 ഫോൾഡ് പാത്ത് എന്ന് നമുക്ക് അതിനെ പറയാം. എന്താണ് 8 ഫോൾഡ് പാത്ത്? ആദ്യം കണ്ടുപിടിക്കേണ്ടത് ശരിയായ വിചാരം അല്ലെങ്കിൽ ശരിയായ ജ്ഞാനം. ഓക്കെ. പിന്നെ അടുത്തത് എന്താന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള ഉദ്ദേശം അല്ലെങ്കിൽ എയിം. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എയിം വേണം. ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ്, എനിക്കൊരു എയിം ഉണ്ട് ജീവിതത്തിൽ, അത് വേണം. ശരിയായ വർത്തമാനം, സ്പീച്ച് വളരെ ക്ലിയർ ആയിട്ടും അനാവശ്യമായ ലൂസ് ടോക്ക് ഇല്ലാണ്ടിരിക്കുക. ശരിയായിട്ടുള്ള ആക്ഷൻ, അതായത് ശരിയായിട്ടുള്ള പ്രവൃത്തി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ പകുതി കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് പോകും, തെറ്റില്ലാണ്ട് പോവും ജീവിതത്തിൽ. പിന്നെ ജീവിത മാർഗം, നല്ല കറക്റ്റായിട്ടുള്ള ജീവിത മാർഗം എടുത്ത് ജീവിക്കുക. അല്ലാണ്ട് ഒരാളെ ചതിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ കൊന്നിട്ടോ
അല്ലെങ്കിൽ ഒരാളുടെ ഉപദ്രവിച്ചിട്ടോ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ശരിയായ മാർഗത്തിൽ കൂടി, തെറ്റല്ലാത്ത മാർഗത്തിൽ കൂടെ നമ്മൾ ശരിയായ ഒരു ലൈവ്ലിഹുഡ് കണ്ടുപിടിക്കണം. പിന്നെ വരുന്നത് അത് കണ്ടണം. ഞാൻ എന്നെ എയിം ചെയ്തിട്ടുണ്ട്, എനിക്ക് പരീക്ഷ എഴുതണം, പക്ഷെ ഞാൻ പഠിക്കില്ല അല്ലെങ്കിൽ വായിക്കില്ല എന്ന് പറഞ്ഞിരുന്നാലോ? പരീക്ഷയ്ക്ക് പോയി ഇരുന്ന് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് തന്നെ ഇപ്പൊ മുമ്പിൽ ആഹാരം വെച്ചിട്ടുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ ഈ ആഹാരം എന്റെ വയറ്റിൽ പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ദൈവം അതിനാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈശ്വരൻ അതിനാണ് നിങ്ങൾക്ക് കയ്യ്, കണ്ണ്, കാല് ഒക്കെ തന്നിട്ടുണ്ട്. അതെടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ എഫേർട്ട് അവിടെ ഇടണം. നമുക്ക് ആവശ്യമുള്ള എയിമിലേക്ക് എത്തിത്തീരണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എഫേർട്ട് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ കൂടെ നമ്മൾ അത് കൊണ്ടുവരണം. ശരിയായ മനസ്സിന്റെ വിചാരങ്ങൾ, ഞാൻ എന്ത് വന്നാലും ശരി, ഞാൻ നുണ പറയില്ല, അല്ലെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ശരി ഞാൻ തെറ്റ് ചെയ്യില്ല എന്നുള്ള ആ കറക്റ്റ് ആയിട്ടുള്ള, റൈറ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ചെയ്ത്, സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് പവർ. ശരിയായിട്ടുള്ള എട്ടാമത്തത് ശരിയായിട്ടുള്ള കോൺസെൻട്രേഷൻ. നമ്മൾ ആലോചിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ശരിക്കുള്ള കോൺസെൻട്രേഷൻ. കാർ എടുത്ത് നമ്മൾ ഓടിക്കുന്ന സമയത്തേക്ക് ശരിയായ ട്രാഫിക് റൂൾസ് നോക്കി വേണം ഓടിക്കാൻ. സിഗ്നലിൽ നിർത്തേണ്ടി വരും. റെഡ് ലൈറ്റ് വരുമ്പോൾ അവിടെ നിർത്തണം എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ സ്പീഡിൽ പാഞ്ഞു കയറിപ്പോയാൽ ഡെഫിനറ്റ് ആയിട്ട് ആക്സിഡന്റ് ഉണ്ടാവും. അപ്പൊ കോൺസെൻട്രേഷൻ ഇല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിണാമം വന്നിട്ട് നമുക്ക് ആക്സിഡന്റ് ആയിരിക്കും. അപ്പോൾ ശരിയായ കോൺസെൻട്രേഷനും കൂടെ വേണം. അപ്പോൾ ശരിയായ പാത കണ്ടുപിടിക്കണം, ശരിയായ ലക്ഷ്യം വേണം, ശരിയായ വർത്തമാനം വേണം, ശരിയായ ആക്ഷൻ വേണം, ശരിയായ ജീവിത മാർഗം വേണം, ശരിയായ പ്രവൃത്തി എഫേർട്ട് എടുക്കണം, ശരിയായ മനസ്സ് വേണം, ശരിയായ കോൺസെൻട്രേഷൻ വേണം. അല്ലെങ്കിൽ ഈ പാത്ത് 8 ജ്ഞാനം കറക്റ്റായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വളരെ കുറവായിട്ട് വരും. ഇനി ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത് ലോ ഓഫ് കർമ്മം വഴി, എന്ത് കർമ്മമാണോ, ഞാൻ ചെയ്യുന്ന പണിയാണ് എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെയോ അമ്മേനെയോ ടീച്ചറെയോ അല്ലെങ്കിൽ വേറെല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു അതിൽ കൂടിയായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുക. ആ കർമ്മം ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യണം എന്നുണ്ടെങ്കിൽ ശരിയായ കർമ്മം ചെയ്യണം. എന്തെങ്കിലും ചെയ്താൽ പോരാ, ശരിയായ കർമ്മം ചെയ്യണം. അതാണ് ബുദ്ധ പറഞ്ഞിട്ടുള്ളത്. ആ കർമ്മത്തിൽ കൂടെ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യണം. അങ്ങനെ ശരിയായ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഷ്ടം വരില്ല. നിർവാണ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മള് ഹിന്ദുയിസത്തിലുണ്ട്. നമ്മള് 3ാമത്തെ പീരീഡ് ഇന്നലെ ഞാൻ പറഞ്ഞു, ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസ. അപ്പോ ആ വാനപ്രസ്ഥ ടൈമില് നമ്മള് റിട്ടയർഡ് ലൈഫ് മാതിരി എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുക, ശരീരത്തിനെ പാകപ്പെടുത്തുക. കാരണം മരിക്കുന്ന സമയത്ത് നമുക്ക് കഷ്ടം, അയ്യോ എൻ്റെ മോനെ വിട്ടിട്ട് പോകണമല്ലോ എന്നുള്ള ഒരു തോന്നൽ വരാൻ പാടില്ല മരണസമയത്ത്. അപ്പൊ അതിനാണ് നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി, നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ പ്രായം എത്തുമ്പോഴത്തേക്ക്, ഒരു 70-75 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു റിട്ടയർമെന്റ് ലൈഫ് കഴിഞ്ഞു, വാനപ്രസ്ഥം. പണ്ട് കാലങ്ങളിൽ അവര് രാജാക്കന്മാര് കുട്ടികളുടെ അടുത്ത് രാജ്യം ഏൽപ്പിച്ചിട്ട് കാട്ടിൽ പോകുമായിരുന്നു, സന്യാസമായിട്ട് സന്യാസം മേടിച്ചിട്ട് പോകുമായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ കാട്ടിലേക്കൊന്നും പോകണ്ടെങ്കിൽ കൂടെയും നമുക്ക് വീട്ടിൽ തന്നെ ഒരു സന്യാസ ജീവിതം, അതായത് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ട് കുട്ടികളും അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കോട്ടെ, നിങ്ങൾ അവരുടെ ജീവിതത്തിൽ തലയിടാണ്ട് അവർക്ക് സ്വന്തമായിട്ട് എന്ത് വേണമെങ്കിലും എടുത്തോട്ടെ, നിങ്ങൾ ഭഗവാനെ അല്ലെങ്കിൽ നാമം ചൊല്ലി ഇരിക്കുക എന്ന് പറയാറുള്ളത്. അതാണ് നമുക്ക് പറയാം ഒരു വീട്ടിൽ തന്നെ സന്യാസിയായിട്ടിരിക്കുക. അപ്പൊ എല്ലാവിധ പ്രോബ്ലത്തിനും കാരണം നമ്മളുടെ ആഗ്രഹങ്ങളാണ്. അതേമാതിരി നമ്മളുടെ അറ്റാച്ച്മെന്റ്, നമ്മുടെ കുട്ടികളോടുള്ള അറ്റാച്ച്മെന്റ്, അങ്ങനെ വരുമ്പോൾ ഇത് പ്രശ്നം വന്നുകൊണ്ടിരിക്കും. പിന്നെ ബുദ്ധിസത്തില് അവര് ഒരു കാലവും, ഹിന്ദുയിസത്തില് വേദത്തിലും ഗോഡും അല്ലെങ്കിൽ ആത്മാവും
ദേഹിയും ദേഹനും ഇതൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ബുദ്ധിസത്തില് ഇതിൽ വിശ്വസിക്കുന്നില്ല. അവനന്റെ പ്രവൃത്തിയിൽ കൂടെ നമ്മൾ മുന്നിലേക്ക് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ബുദ്ധിസ്റ്റ് കനോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ പ്രീച്ചിങ്ങിനാണ്, അവരെ പറഞ്ഞിട്ടുള്ള ഡിസ്കോഴ്സസ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നു. 3ആയിട്ട് സുഡപീഠക, ഇതിൽ 5 സെക്ഷനുണ്ട്. 5 സെക്ഷനില് ഈ 5 സെക്ഷൻ വഴി ബുദ്ധന്റെ വർത്തമാനം, ബുദ്ധൻ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസിനെയാണ് പരാമർശിച്ചിരിക്കുന്നത്. വിനയപീഠകയില് പറഞ്ഞിട്ടുള്ളത് ഒരു ബുദ്ധ ഭിക്ഷു അല്ലെങ്കിൽ ഒരു റൂള്, ഒരു ആശ്രമത്തില്, ബുദ്ധ ഭിക്ഷുക്കൾ താമസിക്കുന്ന ആശ്രമത്തിൽ എങ്ങനെയായിരിക്കണം അവരവിടെ ജീവിക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയാണ് വിനയപീഠകയില് പറഞ്ഞിട്ടുള്ളത്. അഭിധാമ പീഠക, 3ാമത്തത് അഭിധാമ പീഠകയില് പറയുന്നത് എന്തൊക്കെ ടീച്ചിങ്സ് ഫിലോസഫിക്കലി അല്ലെങ്കിൽ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നു അതിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആ ക്വസ്റ്റ്യന് ഉത്തരം പറയുന്നു. ആ വിധത്തിലാണ് അതിനെ അതിൽ പരാമർശിച്ചിട്ടുള്ളത്. നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഞങ്ങൾ ഉത്തരം തരുന്നു. അപ്പോ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പൊക്കോളുക. ഇനി ഈ എന്തുകൊണ്ടാണ് ബുദ്ധിസം സ്പ്രെഡ് ആകാൻ കാരണം? ബുദ്ധിസം വളരെ പെട്ടെന്ന് പന്തലിച്ചു. കാരണം പല കാരണങ്ങളുണ്ട്. 6 കാരണങ്ങളാണ് ഞാൻ ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം വളരെ മോറൽ സൈഡ്, ഒരാളുടെ മൊറാലിറ്റിനെ പറ്റി നല്ല വിധത്തിൽ ജീവിക്കുക. 2 ലാംഗ്വേജ്, അതായത് വേദകാല സമയത്ത് അവിടെ വേദങ്ങളൊക്കെ സാൻസ്ക്രിറ്റിലാണ്. സാൻസ്ക്രിറ്റ് അറിയാവുന്നവര് ബ്രാഹ്മണനാണ്. ബ്രാഹ്മണന് മാത്രമേ അറിയുന്നുള്ളൂ സാൻസ്ക്രിറ്റ്. അപ്പോൾ സംസ്കൃതം അറിഞ്ഞ ബ്രാഹ്മൺസിന് മാത്രമേ പൂജ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ബുദ്ധിസത്തിൽ നമ്മൾ കാണുന്നത് അവരുടെ ലാംഗ്വേജ്, അതായത് സാധാരണക്കാരായ മനുഷ്യന്മാര് സംസാരിക്കുന്ന ഭാഷയാണ് പാലി. ആ കാലഘട്ടങ്ങളിൽ ആ പാലി ലാംഗ്വേജിൽ കൂടിയാണ് ബുദ്ധൻ സംസാരിക്കുന്നത്. അപ്പോൾ പാലി ലാംഗ്വേജിൽ കൂടെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ സ്പീഡായിട്ട് അല്ലെങ്കിൽ നല്ല വിധത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതേ ലെസനൊക്കെ ഞങ്ങൾ ഇംഗ്ലീഷിൽ എടുക്കുന്നവരാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ മലയാള മീഡിയത്തിൽ പഠിച്ചവരോ അല്ലെങ്കിൽ മലയാള ഭാഷ മാതൃഭാഷയായിട്ടുള്ളവർക്കോ ഈ ഹിസ്റ്ററിനെ പറ്റി കുറച്ചുകൂടെ സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് റീജിയണൽ ലാംഗ്വേജ് വഴി പഠിക്കുമ്പോഴുള്ള ഗുണം. അപ്പോൾ ആ ലാംഗ്വേജ് ആണ്, അതായത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാധാരണക്കാർ സംസാരിച്ചിരുന്ന ലാംഗ്വേജിൽ ഭാഷയിൽ കൂടിയാണ് ബുദ്ധൻ സംസാരിച്ചത്. അപ്പൊ കുറെ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലായി, അത് അവർ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു വ്യത്യാസവും ഇല്ല, കാസ്റ്റ് ഇല്ല, കളറില്ല, നിങ്ങൾക്ക് പണക്കാരനാണോ പാവപ്പെട്ടവനാണോ ബ്രാഹ്മണനാണോ ശൂദ്രനാണോ എന്നുള്ള ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവർക്കും ബുദ്ധിസം അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ അവിടെ ഒരു വ്യത്യാസം സൊസൈറ്റിയിൽ ഒരു വ്യത്യാസം ഇല്ലാണ്ട് വരുമ്പോൾ, മറ്റത് ബ്രാഹ്മണന്മാർക്ക് മാത്രമേ സ്കൂളിൽ പഠിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഒരു വിവേചനം ഉണ്ടായിരുന്നു. ഇത് അതവിടെ ഇല്ല. പിന്നെ അത് കൂടാണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെർച്ചൻസ്, ട്രേഡ് ചെയ്യുന്നവര്, കോർട്ടിലുള്ളവര്, എല്ലാവർക്കും ഈക്വൽ റെസ്പെക്ട്, എല്ലാവർക്കും സാമാന്യമായിട്ടുള്ള ഒരു റെസ്പെക്ട് കിട്ടുന്നു, മര്യാദ കിട്ടുന്നു. അപ്പോൾ അവർക്ക് അതിന് ഇഷ്ടമായി. അതിന് കൂടാതെ രാജാക്കന്മാർ, ഞാൻ പറഞ്ഞു നേരത്തെ അജാതശത്രു എന്നൊക്കെ ഉള്ള ബിംബിസാരൊക്കെ, ഈവൻ അശോക ദ ഗ്രേറ്റ്, അങ്ങേരുടെ വാർ കഴിഞ്ഞിട്ട് ബുദ്ധിസം അക്സെപ്റ്റ് ചെയ്യാൻ കാരണം അത്രത്തോളം പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ്. കലിംഗ വാറിന് ശേഷം ബുദ്ധൻ സംസാരിച്ചു കഴിഞ്ഞ് കലിംഗ വാർ അശോകൻ ജയിച്ചെങ്കിൽ കൂടെയും പക്ഷെ ബുദ്ധിസ്റ്റായിട്ട് മാറുന്നത് അതിന്റെ പ്രിൻസിപ്പിൾസ് കൊണ്ടാണ്. അപ്പോൾ റോയൽ ആയിട്ടുള്ള രാജാക്കന്മാരുടെ അഭിപ്രായങ്ങളും രാജാക്കന്മാരുടെ സമ്മതവും ഈ ബുദ്ധിസം സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായിരുന്നു. പിന്നത്തെ കാര്യമെന്ന്, 6ാമത്തെ കാര്യമെന്ന് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചിട്ടുള്ളത് ഒരു ഗ്രൂപ്പ്, സംഘം.
ഇതിനെപ്പറ്റി പരാമർശിക്കാനും ഇതിനെ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഒരു സംഘം ഉണ്ടാക്കുക. ആ സംഘമാണ് ബുദ്ധിസ്റ്റിന്റെ മോങ്സ് അല്ലെങ്കിൽ സന്യാസിമാർ, ബുദ്ധ സന്യാസിമാരായിട്ട് മാറി അവര് പല സ്ഥലങ്ങളിൽ പോയി ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ സംഘം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി. അവർക്ക് ഇത് മാത്രമേ പറയുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇനി ഈ സംഘത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ അവരുടെ ഒരു ഗ്രൂപ്പാണ്. നമുക്കിപ്പോ മൊണാസ്ട്രി ഉണ്ടല്ലോ, ക്രിസ്ത്യൻ മൊണാസ്ട്രി ഉണ്ട്. ഇത് ആദ്യ കാലഘട്ടത്തിൽ കന്ന ബുദ്ധിസം മൊണാസ്ട്രി ആണ്. ആ മൊണാസ്റ്റിക് ലൈഫ് അവിടെ വളരെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ആണ്. അത് പവർഫുൾ ആയിട്ടുള്ളതും കൂടിയാണ്. അപ്പോൾ അവർക്ക് ഇതിൽ അഡ്മിഷൻ കിട്ടുന്നത് എല്ലാവർക്കും അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും അതിൽ സ്ഥാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാം, മനസ്സിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നത്തെ കാര്യം, ക്രിമിനൽ ആയിട്ടുള്ളവരും അസുഖം ഉള്ളവരും, ഇൻഫീഷ്യസ് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളുള്ള ലെപ്പേഴ്സിനാണ് ചേർക്കാണ്ടിരുന്നത്. കാരണം അത് ബാക്കിയുള്ളവർക്ക് പകരുമെന്നുള്ളത്. പിന്നത്തെ കാര്യം, ഏർലി സ്റ്റേജിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ബുദ്ധൻ സ്ത്രീകളെ കൊണ്ടുവരാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം അത് ലേറ്റർ ഓൺ മോറൽ സൈഡ് അവിടെ വീക്കായി പോകുന്നുള്ളതാണ്. പക്ഷേ കുറച്ചു കാലങ്ങൾക്ക് ശേഷം അവരുടെ ഫോസ്റ്റർ മദർ തന്നെ എടുക്കുമ്പോഴാണ് അതിനെ പിന്നെ ലേറ്റർ ഓൺ സമ്മതിച്ചു, എടുത്തു. ഇവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓരോ മൊങ്ക് അല്ലെങ്കിൽ സന്യാസി അവനവന്റെ തലമുടി ഷേവ് ചെയ്തിരിക്കണം. രണ്ടാമത് യെല്ലോ അല്ലെങ്കിൽ സാഫ്രൻ കളറിലെ ഡ്രസ്സ് ധരിക്കണം. ഇവര് ഡെയിലി അവര് ബുദ്ധിസത്തിനെ പറ്റി പറയാൻ വേണ്ടി സ്ഥലങ്ങളിൽ നടന്ന് പറഞ്ഞ് നടക്കണം. പിന്നെ ഭിക്ഷ മേടിക്കുക. ആംസ് എന്ന് വെച്ചാൽ ഭിക്ഷയാണ്. ഭിക്ഷ മേടിച്ച് കഴിക്കുക. 4 മാസം മഴ സമയത്ത് അവർക്ക് പുറത്തേക്ക് പോകണ്ട, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഇരിക്കുക. അതിനെ നമ്മൾ റിട്രീറ്റ് എന്ന് പറയും. അവിടെ ഇരുന്ന് ധ്യാനം ചെയ്ത് കുറച്ചുകൂടെ നമ്മളുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒന്ന് പ്യുവറാവും, പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ കൂടാണ്ട് ഈ സംഘം അല്ലെങ്കിൽ ബുദ്ധന്റെ മൊണാസ്ട്രിയിൽ വഴി ആൾക്കാർക്ക് പഠിപ്പിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരുന്നു. ഇവിടെ ഓരോ സംഘത്തിലും കൂടെ അവർ വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ജനാധിപത്യമായിട്ട് ഓരോ ആൾക്കാരെയാണ് പ്രിൻസിപ്പിൾസ് പറഞ്ഞിരുന്നതും. അത് കൂടാണ്ട് വളരെ ക്ലിപ്തമായ ശിഷ്ടമായ ഡിസിപ്ലിൻ ഫോളോ ചെയ്യണം. അവർക്ക് ആ മോങ്കായാലും ശരി, സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി, ബിഹേവിയർ പ്രോബ്ലം വരാൻ പാടില്ല. വളരെ ഇന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ അവർക്ക് പണിഷിങ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മള് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിൽ കൂടെയും വളരെ സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്തിരുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് മാറാൻ തുടങ്ങി. ഇനി ഇവർ കൗൺസിൽസ്, അതായത് കൂട്ടങ്ങൾ കൂടുക അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുക. സപ്തപർണി കേവിലാണ് ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. അതായത് 483 അങ്ങേരുടെ മരണ ശേഷമാണ് ആദ്യത്തെ മീറ്റിംഗ്. ആദ്യത്തെ മീറ്റിംഗില് മക്രസഭ ആണ് മീറ്റിങ്ങിനെ അല്ലെങ്കിൽ അസംബ്ലി പ്രിസൈഡ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് ഇത് 2 പീഠക്കായിട്ട് ബുദ്ധൻ പറഞ്ഞ പ്രിൻസിപ്പിൾസിനെയൊക്കെ 2 പീഠകായിട്ട് പറയും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, വിനായക പീഠക, സുര പീഠക. ഇതില് വിനായക പീഠകയുടെ ലീഡറായിട്ട് വരുന്നത് ഉപാലി, സുധ പീഠക ലീഡറായിട്ട് വരുന്നത് ആനന്ദ. ഇവര് 2 പേരും 5 പ്രിൻസിപ്പിൾസിൽ ഉണ്ടായിരുന്നവരാണ്. 5 ശിഷ്യന്മാരിൽ 2 പേരാണ്. ഇത് കഴിഞ്ഞ ശേഷം 383 രണ്ടാമത്തെ കൗൺസിൽ അല്ലെങ്കിൽ മീറ്റിംഗ് നടക്കുന്നു അവിടുത്തെ വൈശാലിയിലും പാടലിപുത്രയിലും. ഇതിൽ ചില വ്യത്യാസങ്ങൾ വരുത്തി അവര് മോങ്സ് അല്ലെങ്കിൽ ബുദ്ധ ഭിക്ഷുക്കൾ അവന്തിയിലും കൗസബിയിലും നടത്തുന്നു. ഇതിന്റെ കാരണം ചില വ്യത്യാസങ്ങൾ വന്നപ്പോൾ അവിടെ ഒരു വിഭജനമുണ്ടായി, സ്പ്ലിറ്റ് ഉണ്ടായി. എന്താ സ്പ്ലിറ്റ് വന്നപ്പോൾ ശതവാഹിനാസ് ആൻഡ് മകരകാസ് ആണ് 2 ഓർഡറായിട്ട് സ്പ്ലിറ്റ് ആവുന്നത്. കാരണം ആദ്യത്തെ ശതവാഹനാസ് ഫോളോയിഡ് വിനായക പീഠക എന്നുള്ള അതിൽ പറഞ്ഞിട്ടുള്ള ഓർഡർ. രണ്ടാമത്തെ മഹരശങ്ക അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമല്ലോ, അവര് രണ്ടാമത്തെ ആദ്യം പറഞ്ഞ മാതിരി ആ ഓർഡർ, അതായത് റിലീജിയസിന്റെ വിശ്വാസങ്ങളിൽ കൂടെ ജീവിക്കാൻ തുടങ്ങി.
മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് 4 ബുദ്ധിസം കൗൺസിലാണ് നടക്കുന്നത്. മൂന്നാമത്തേൽ നടക്കുന്നത് പാടലിപുത്രയില്. ആ സമയത്താണ് കിങ് രാജാവ് അശോകന്റെ കാലഘട്ടത്തിലാണ് ഈ നടക്കുന്നത്. അപ്പോ മൊഗലിപത്ര ദിസ അങ്ങേരാണ് ആ കൗൺസിൽ അല്ലെങ്കിൽ മീറ്റിംഗ് നടത്തുക. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ബുദ്ധൻ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ഫിലോസഫിക്കൽ തോട്ട്സിനെ എല്ലാം കൂടെ ഒരുമിച്ചാക്കി 3 പീഠക്കായിട്ട് മാറ്റും. അഭിധാമ പീഠക എന്ന് പറയും അതിന്. അപ്പോ അങ്ങനെ ശേഷം ഈ വന്ന ശേഷം എല്ലാം കൂടെ വന്നപ്പോൾ അതിൽ നിന്ന് 60,000, ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് അവർ ഫോളോ ചെയ്യുന്നു. തെറ്റ് ചെയ്താൽ അവരെ പുറത്താക്കും. അങ്ങനെ 60,000 ബുദ്ധ ഭിക്ഷുക്കളെയാണ് പുറത്താക്കിയത്. കാരണം ഇതിൽ അവർ പറഞ്ഞിട്ടുള്ളത് വളരെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ട്. ഇതാണ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പോകുന്നത്. ഇതിൽ കൂടെ എല്ലാ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ കൊണ്ടുവന്ന് ഡിഫൈൻ ചെയ്ത് സെറ്റിലാക്കുന്നു. 4ാമത്തെ കൗൺസിൽ ഇത് കാശ്മീരിൽ നടക്കുന്നു. രാജാവ് കനിഷ്കയുടെ കാലഘട്ടത്തിൽ കാശ്മീരിൽ വെച്ചിട്ടാണ് 4ാമത്തെ ബുദ്ധിസ്റ്റ് അസംബ്ലി കൂടുന്നത്. അവിടെയാണ് ഹീനയാനിസം എന്നുള്ള ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഗ്രൂപ്പ്, അവരാണ് ഗാദറിങ് വരുന്നത്. ഇവരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് 3 കമന്ററീസ് ആയിട്ട് മാറ്റിയെടുക്കുന്നു. ഈ 3 കമന്ററീസ് കൂടെ അവര് എന്തൊക്കെ ബുദ്ധൻ പറഞ്ഞോ അതിനെ സതവാഹിത ടീച്ചർ അവര് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി കമ്പൈൽ ചെയ്ത് 3ആക്കി മാറ്റി. ഇനി ഈ സ്കൂൾസിൽ അല്ലെങ്കിൽ ബുദ്ധ സ്കൂൾസിൽ എന്താണ് അവർ പറഞ്ഞിരുന്നത്? ഈ കൗൺസിൽ വൈശാലിയിൽ നടന്ന കൗൺസിൽ 2 സ്കൂളിൽ നിന്ന് ഞാൻ പറഞ്ഞു, സിദ്ധവാർ ഹിനാൻസ് ആൻഡ് മഹർ സക്രാസ്. സിദ്ധവാഹിനാസ് ഒരു മൊണാസ്റ്റിക് ലൈഫ് ഉണ്ടല്ലോ, ആ മൊണാസ്റ്റിക് ലൈഫ് അല്ലെങ്കിൽ ബുദ്ധ ഭിക്ഷു വളരെ കൃത്യമായിട്ടും ഡിസിപ്ലിൻ ആയിട്ട് പോകണം. അതാണ് സിദ്ധബർത്തനീസ് പറഞ്ഞത്. മഹാവീരാസ് ചെയ്തിരുന്നത് കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള റൂൾസിനെയാണ് ആ സ്കൂൾ ഓഫ് ബുദ്ധിസം ഫോളോ ചെയ്യുന്നത്. 4ാമത്തെ കൗൺസിൽ കാശ്മീരിൽ നടന്ന ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റ് അല്ലെങ്കിൽ വിഭജനം ഉണ്ടാകുന്നു. അതിനെ നമ്മൾ പറയുന്നത് മഹായാനിസം ആൻഡ് ഹീനയാനിസം. മഹായാനിസം എന്ന് പറയുന്നവര് ബുദ്ധൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ച് വർഷിപ്പ് ചെയ്യണം. സ്റ്റാച്ചുവിനെ പറ്റിയോ അല്ലെങ്കിൽ ബുദ്ധനെ ദൈവമായിട്ട് വർഷിപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ മഹായാന സെറ്റ് അവര് ബുദ്ധനെ ഒരു ദൈവമാക്കി അല്ലെങ്കിൽ ദൈവരൂപത്തിൽ വർഷിപ്പിക്കാൻ തുടങ്ങി. ഹീനയാനിസം ബുദ്ധൻ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതേമാതിരി ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത് കർമ്മം ചെയ്യുന്നതാണ്. അല്ലാണ്ട് ദൈവമായിട്ട് എന്നെ വർഷിപ്പ് ചെയ്യൂ, ദൈവമായിട്ട് എനിക്ക് പൂജ ചെയ്യുന്നൊന്നും ബുദ്ധൻ പറഞ്ഞിട്ടില്ല. റൈറ്റ് ഫോൾ പാത്തും ഫോളോ ചെയ്ത് മനുഷ്യനെ സ്വയം നന്നാകൂ എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. ഇതിലാണ് ഹീനയാനിസം ഫോളോ ചെയ്തിരുന്ന പ്രിൻസിപ്പിൾസ് ഒറിജിനൽ ബുദ്ധൻ പറഞ്ഞതാണ് ആക്സെപ്റ്റ് ചെയ്തത്. അവര് ബുദ്ധന്റെ ഇമേജ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്റ്റാച്ചു ഉണ്ടാക്കാനോ ബുദ്ധനെ ദൈവമായിട്ട് കാണാനോ പൂജ ചെയ്യാനോ വർഷിപ്പ് ചെയ്യാനോ ഒന്നും അവര് തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ 2 വിധത്തിലുള്ള മഹായാനിസവും ഹീനയാനിസവും വന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ പഠിക്കാൻ പോകുന്ന അടുത്ത ഒരു പുതിയ റിലീജിയൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന അതേ റിലീജിയൻ എന്ന് പറയുകയാണെങ്കിൽ ജൈനിസമാണ്. ജൈനിസത്തിന്റെ ഉത്ഭവം, ജൈന മതം ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഒരു തീർത്ഥങ്കരാസ് എന്ന് പറയും, അതായത് ജൈന മതത്തിൻ്റെതായ വിശ്വാസങ്ങൾ ഉള്ള ഒരു കാലഘട്ടമാണ്. ഇതേ റിലീജിയനില് നമുക്ക് 24 പേരെന്നാണ് ആകെ മൊത്തം പറഞ്ഞിട്ടുള്ളെങ്കിൽ കൂടെങ്കിലും നമുക്ക് 24 പേരുടെ ബാക്കി 22 പേരെ പറ്റി നമുക്ക് അറിയുന്നില്ല. ലാസ്റ്റ് 2 പേര് ആണ് അറിയുന്നത്. ആദ്യത്തെ 22 പേരെ പറ്റി നമുക്ക് വലിയ ഇൻഫർമേഷൻസ് ഇല്ല. 2 ലാസ്റ്റ് ഉള്ള 2 പേര്, 23ാമത്തത് പർശവന്ദന ആൻഡ് മഹാവീര, 24ാമത്തത്. അപ്പോൾ 250 പർശവർദ്ധന മഹാവീര എന്നുള്ളവര് 2 ബുദ്ധ ഭിക്ഷുക്കൾ അല്ലെങ്കിൽ ഈ മതത്തിനെ പറ്റി ജൈൻസ് ആണ് അവരും ഇതേമാതിരി
കൺഫർമേഷൻ ഇവരെ പറ്റി നമ്മൾ എങ്ങനെ അറിയുന്നു എന്ന് വെച്ചാൽ, ഈ രണ്ട് ടീച്ചേഴ്സിനെ പറ്റി, ഗുരുവിനെ പറ്റി നമ്മൾക്ക് അറിയാവുന്നത് ബുദ്ധമതത്തിന്റെ ഉള്ള റിലീജിയസ് വർക്സിലെല്ലാം ബുദ്ധമത മോങ്സ് എഴുതിയിട്ടുള്ള പരാമർശിച്ചിട്ടുള്ളതിൽ നിന്നാണ് നമ്മൾ ഈ രണ്ട് തീർത്ഥങ്കരാസ് അവര് നമ്മൾ പറയുന്നത് തീർത്ഥങ്കരാസ് എന്നാണ്. ഈ തീർത്ഥങ്കരാനെ പറ്റി ഈ ബുദ്ധിസ്റ്റ് വർക്കിൽ അറിയപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾക്ക് അവരെ പറ്റി അറിയാൻ പറ്റിയത്. 23ഉം 24ഉം 22 വരെ നമുക്ക് അറിവില്ല. ഓക്കെ, പ്രസവന്ത എന്താ ചെയ്തിട്ടുള്ളത്? പ്രസവന്ത 23ാമത്തെ തീർത്ഥങ്കരയാണ്. അങ്ങേരാണെങ്കിൽ കിങ് അശ്വതനെയും ക്വീൻ വാമയുടെയും മകനായിട്ട് ജനിക്കുന്നു. ഈ പ്രസവന്ത അതേസമയം നമ്മളുടെ രാജാവിന്റെ മകൻ അല്ലെങ്കിൽ രാജകൊട്ടാരം അല്ലെങ്കിൽ രാജ്യത്തിന്റെ സിംഹാസനം വിട്ടിട്ട് ഒരു സന്യാസിമാരി അലയാണ്. എന്തിനാ അലയുന്നത്? ഇതേമാതിരി തന്നെ പ്രശ്നങ്ങളാണ്. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കാണുന്നു? ഇതേ സെയിം തോട്ട്. ഇവർ രണ്ടുപേരും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് കുടുംബത്തിൽ, രണ്ട് ബുദ്ധിസം ആയിക്കോട്ടെ ജൈനിസം, രണ്ടും ക്ഷത്രിയന്മാരാണ്, രാജാക്കന്റെ മക്കളാണ്, രാജകുടുംബത്തിൽ ജനിച്ചവരാണ്, രാജകീയമായ ജീവിതം ജീവിക്കുന്നവരാണ്. അങ്ങനെ ജീവിച്ചിരുന്നവരാണ്. അതൊക്കെ വിട്ടിട്ട് എല്ലാം ഇറങ്ങി ഒറ്റയ്ക്ക് അല്ലെങ്കിൽ തേടി പോവാണ്, സമാധാനം തേടി പോവാണ്. അപ്പോ അങ്ങനെ ഈ പ്രസവന്തയും പോയിട്ട് എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ ജ്ഞാനം കിട്ടുന്നത് 84 ദിവസം കഴിഞ്ഞിട്ട്. 84 ദിവസം മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങേർക്ക് ഈ ജ്ഞാനം അല്ലെങ്കിൽ ബോധോദയം ഉണ്ടാകുന്നു. അവസാനം അതിനെപ്പറ്റി അങ്ങേര് സംസാരിക്കുകയും 100 വയസ്സ് വരെ ജീവിച്ചിട്ടാണ് അങ്ങേര് മരിക്കുന്നത്. 100 വയസ്സിൽ അങ്ങേര് മരിക്കുമ്പോഴേക്കും അങ്ങേർക്ക് ഒരുപാട് ശിഷ്യന്മാരെ ഉണ്ടായിക്കഴിഞ്ഞു. ആ ഇതിൽ ഒരു ചെറിയ വ്യത്യാസങ്ങളുണ്ട് ബുദ്ധിസത്തിലും ജൈനിസത്തിലും. ബുദ്ധിസത്തില് ഇവര് പ്രത്യേകമായിട്ട് കോഡ്, ഇവിടെ ജൈനിസത്തിൽ നമ്മൾ കാണുന്നത് അവർ വെള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. എന്നിട്ട് വെള്ള വസ്ത്രം ധരിച്ചിട്ടാണ് അവര് ജൈന മതത്തിനെ പറ്റി അല്ലെങ്കിൽ പറയാൻ തുടങ്ങുന്നത്. മഹാവീരയുടെ കാലഘട്ടത്തിൽ 250 കൊല്ലം കഴിഞ്ഞിട്ടാണ് മഹാവീര വരുന്നത്. വർദ്ധമാന മഹാവീര അങ്ങേര് വരുമ്പോഴത്തേക്കും അങ്ങേര് 24ാമത്തെ തീർത്ഥങ്കരയാണ്. അങ്ങേര് ജനിക്കുന്നത്, മഹാവീര ജനിക്കുന്ന സ്ഥലം കുടഗാമ, ബീഹാറിന്റെ അടുത്ത്. മഹാവീരന്റെ ഫാദർ അല്ലെങ്കിൽ അച്ഛൻ ഒരു ക്ഷത്രിയ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ക്ഷത്രിയ ക്ലാനിന്റെ തലവനാണ് അല്ലെങ്കിൽ രാജാവാണ്. അങ്ങേരുടെ പേരാണ് സിദ്ധാർത്ഥ. അപ്പോ അമ്മയുടെ പേര് ലിച്ചാവി പ്രിൻസസ് ആയ ത്രിശീല. ഇതും നേരത്തെ നമ്മൾ കണ്ടു, ബുദ്ധിസത്തിലും കണ്ടു. രാജകുടുംബത്തിൽ ജനിച്ച പ്രിൻസ് ആണ് ഇവർ രണ്ടുപേരും. അപ്പോൾ മഹാവീര മാരീഡ് ടു യശോദ, മഹാവീര കല്യാണം കഴിച്ച് ഒരു കുട്ടി ഉണ്ടായി. എന്നിട്ടും സുഖം അല്ലെങ്കിൽ ഒരു തൃപ്തിയില്ല, ജീവിതത്തിൽ ഒരു തൃപ്തിയില്ല, മാനസാന്തരം വേണം എന്നുള്ള ഒരു ലെവലില് 30ാമത്തെ വയസ്സിൽ പുള്ളി ഇറങ്ങി പോവാണ് വീട് വിട്ട്. എന്നിട്ട് ആകെ മൊത്തം ഒരു ചെറിയ ക്ലോത്ത് ആണ്, ഒരു ശരീരത്തിൽ ഒരു ചെറിയ തുണി മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. ആ കാരണം ഈ ധ്യാനം മെഡിറ്റേഷന് പോകുമ്പോൾ ഏതൊക്കെ വിധത്തിൽ സ്വയം ശിക്ഷിക്കുക, ശരീരത്തിനെ ശിക്ഷിക്കുക, ആ ശിക്ഷയിൽ കൂടെ ഞാൻ ജ്ഞാനം കിട്ടണം എന്നുള്ളതാണ് പ്ലാൻ. അങ്ങനെ 13 മാസം കഴിയുമ്പോഴത്തേക്കും പുള്ളി ആ അവസാനം ഒരു ചെറിയ പീസ് ക്ലോത്ത് ആണ് ഉപയോഗിച്ചിരുന്നത്, അതും കളഞ്ഞു. അങ്ങേര് പിന്നെ ഒരു വസ്ത്രവും ഇല്ലാണ്ട് നടക്കുകയാണ് അല്ലെങ്കിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിൽ കാണുന്ന തണുപ്പായിക്കോട്ടെ ചൂടായിക്കോട്ടെ അനുഭവിച്ചിട്ട് ശരീരത്തിനെ സ്വയം പണിഷ് ചെയ്ത് നമ്മൾ മുക്തി അല്ലെങ്കിൽ നമ്മൾ ജ്ഞാനം തേടുന്നു. 42ാമത്തെ വയസ്സിലാണ് മഹാവീരയ്ക്ക് അല്ലെങ്കിൽ വർദ്ധമാനന് മഹാവീരയ്ക്ക് ജ്ഞാനം കിട്ടുന്നത്, ബോധോദയം ഉണ്ടാവുന്നു. ഈ ബോധോദയം സമയത്തിന് ശേഷം അല്ലെങ്കിൽ 42 വയസ്സിന് ശേഷം അങ്ങേരെ വിളിച്ചിട്ടുള്ളത് മഹാവീര എന്നാണ്. അപ്പോ ഈ മഹാവീര തന്റെ പ്രിൻസിപ്പിൾസ് 30 കൊല്ലമാണ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ആൾക്കാർക്ക്. എന്നിട്ട് 30 കൊല്ലം പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം
ബുദ്ധൻ പറഞ്ഞിരുന്ന മാതിരി തന്നെ പല സ്ഥലങ്ങളിൽ പോയി ആൾക്കാരെ കണ്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് 72 വയസ്സില് പാട്നയില് വെച്ച് പുള്ളി സമാധിയാവുക, അല്ലെങ്കിൽ മരിക്കുക. ഈ രാജഗുരുക്കളൊക്കെ മരിക്കുമ്പോൾ നമ്മൾ സമാധി എന്നാ പറയാ, അല്ലാണ്ട് മരിച്ചു അല്ലെങ്കിൽ ചത്തു എന്നൊന്നും പറയാറില്ല. ഓക്കെ, ഇതാണ് ബുദ്ധ, ഈ മഹാവീരന്റെ പിക്ചറാണിത്. കാരണം ഇതിവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ എത്രത്തോളം നമ്മുടെ ഈ ശരീരത്തിനെ ഹിംസ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ശരീരത്തിൽ നമുക്ക് തണുപ്പിനെ സഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ വെയിലിനെ സഹിക്കാൻ പറ്റും. ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ജനിക്കുമ്പോൾ നഗ്നനായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ ആ നഗ്ന ജനിച്ചതിന് ശേഷമാണ് നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കാൻ ആദ്യകാലങ്ങളിലൊന്നും വസ്ത്രങ്ങളില്ലല്ലോ മനുഷ്യന്മാർക്ക്. അപ്പോൾ അതേ പോളിസിയിൽ ജനിച്ച മാതിരി തന്നെ നമ്മൾ ജീവിക്കുക, മനസ്സിനെ, ശരീരത്തിനെയും മനസ്സിനെയും പ്യൂരിഫൈ ചെയ്യുക, ധ്യാനത്തിൽ കൂടെ പ്യൂരിഫൈ ചെയ്യുക, എന്നിട്ട് നന്നാവുക. ഇനി മഹാവീര പറഞ്ഞിട്ടുള്ള എന്താണ്? മഹാവീര പറഞ്ഞത്, മഹാവീരയ്ക്ക് 23ാമത്തെ തീർത്ഥങ്കര പറഞ്ഞ പ്രസവന്ത പറഞ്ഞ എന്തൊക്കെയാ കാര്യങ്ങൾ പറഞ്ഞ? സത്യം, ട്രൂത്ത്, സത്യം, അഹിംസ, ഒരാളുടെ സാധനങ്ങൾ എടുക്കാണ്ടിരിക്കുക, ഒന്നും ആരെങ്കിലും തന്നാൽ അല്ലെങ്കിൽ പിടിച്ചു പറിക്കാണ്ടിരിക്കുക. ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ള പ്രസവന്ത പറഞ്ഞിട്ടുള്ള ടീച്ചിങ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ. അതേമാതിരി തന്നെയാണ് അതിനെ അങ്ങനെ തന്നെ മഹാവീര അക്സെപ്റ്റ് ചെയ്തു. കൂടാണ്ട് മഹാവീര ഇതിൽ കുറച്ചുകൂടെ ആഡ് ചെയ്തത് ബ്രഹ്മചര്യം വേണം, ബ്രഹ്മചര്യ ആഡ് ചെയ്തു, അല്ലെങ്കിൽ ബ്രഹ്മചര്യനായിട്ട് ജീവിക്കുക, ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുക. പിന്നെ ഒരു വിധത്തിലും ആത്മാവോ അല്ലെങ്കിൽ ദേഹിയോ ദേഹനോ ഒന്നിനും ഇവർക്ക് ഇവിടെ ഇല്ല. ഇവിടെ വിശ്വസിക്കുന്നത് എക്സിസ്റ്റ്, എന്തെങ്കിലും ഒരു സാധനങ്ങൾ നമ്മൾ ജനിക്കുന്നുണ്ടെങ്കിൽ, റൈറ്റ്, നമ്മൾ ഈ എന്തെങ്കിലും പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നു. പുനർജന്മം എങ്ങനെ പുനർജന്മം വരുന്നു? നമ്മൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ച്, നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുന്നോ ചീത്ത കാര്യം ചെയ്യുന്നോ അനുസരിച്ച് നമുക്ക് റീബർത്ത് അല്ലെങ്കിൽ പുനർജന്മം ഉണ്ടാവും. ഇതിൽ നിന്നും രക്ഷ കിട്ടാൻ നമ്മൾ മോക്ഷത്തിനെ പ്രാപിക്കണം. അപ്പൊ മോക്ഷത്തിനെ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും ലോകത്തിൽ അല്ലെങ്കിൽ കണ്ടുപോവുക എന്നുള്ളതായിരുന്നു മഹാവീര പറഞ്ഞതിന്റെ അർത്ഥം. ഈ മഹാവീരന്റെ ക്രിയേഷൻ അല്ലെങ്കിൽ മഹാവീരന്റെ പ്രിൻസിപ്പിൾസ് എന്താന്ന് വെച്ചാൽ, നമ്മളുടെ തന്നെ നമ്മളുടെ ജീവിതമാർഗം കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതനുസരിച്ച്. മോക്ഷം എന്നുള്ളത് നമ്മൾ 3 കാര്യങ്ങൾ വഴി നമുക്ക് മോക്ഷം പ്രാപിക്കാം. ഒന്ന്, ശരിയായ വിചാരം, ശരിയായ അറിവ്, ശരിയായ ആക്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെയും ബുദ്ധിസത്തിലും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ മഹാവീരയും ലൈക്ക് ബുദ്ധൻ, ഗൗതമ ബുദ്ധ പറഞ്ഞ മാതിരി തന്നെ വേദത്തിനും വേദമുഖാന്തരമുള്ള സാക്രിഫൈസിനും ഒന്നിനും ഇവർക്ക് ഇവിടെ സ്ഥാനം കൊടുത്തിട്ടില്ല. അവർക്കത് താല്പര്യമില്ല. അപ്പൊ അവര് നിർവ്വാണം ചെയ്യണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് നമ്മൾ പൊക്കോളുക, അല്ലെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക. ഇനി ഓരോ വീട്ടിലുള്ളവരും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മളുടെ മനസ്സിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ ഈവിളായിട്ടുള്ള വികൃതമായിട്ടുള്ള തെറ്റുകളിന് നമ്മൾ ഒരു 5 പോളിസികളുണ്ട്, 5 ഓത്തെടുക്കാം അല്ലെങ്കിൽ പ്രാർത്ഥനകളാണ്. ഒന്ന്, നോൺ എൻചറി, അതായത് നമ്മൾ ആരെയും ദ്രോഹിക്കാണ്ടിരിക്കുക, ഒരാളുടെ സാധനങ്ങൾ മോഷ്ടിക്കാണ്ടിരിക്കുക, ഒരു കാരണവശാലും സ്ത്രീ അനാവശ്യമായിട്ടുള്ള അഡൽട്ടറി, സ്ത്രീ എപ്പോഴും സത്യം മാത്രം പറയുക, എപ്പോഴും ആരുടെയും സാധനങ്ങൾ പിടിച്ചു പറിക്കാണ്ടിരിക്കുക. ഇതൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ആഹാരം, ഫുഡ് നിങ്ങൾ ആൾക്കാർക്ക് ആവശ്യമുള്ളവർക്ക് കുക്ക് ചെയ്ത ഫുഡ് കൊടുക്കണം. അത് പിന്നത്തെ പറയുന്നത് ഒരു കാരണവശാലും പ്ലാന്റ്സിനെയോ അല്ലെങ്കിൽ ചെടീനെയോ നശിക്കരുത്. നമുക്ക് കാണാൻ പറ്റും ജൈന മതക്കാർ നടക്കുമ്പോൾ ഒരു ചൂല് വാരി ഒരു സാധനം ഉണ്ടാവും. ഇവിടെ ഒരു മാസ്ക് അവരിടും. കാരണം നമ്മളുടെ ശ്വാസത്തിൽ കൂടെ ഇൻസെക്റ്റിന് കൂടെ ഉപദ്രവം പാടാൻ പാടില്ല എന്നുള്ളതാണ്. വൈറ്റ് കളർ മാസ്ക് അവർ ധരിച്ചിരുന്നു. ഒരു ചൂല് കൊണ്ട് മുന്നിൽ നടക്കുമ്പോൾ അവര് അടിച്ചടിച്ച് കൊണ്ടുപോകുന്നു. ചവിട്ടി ഒരു
ഇൻസെക്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രാണിനെ കൊല്ലരുത്. എല്ലാ ജൈനമതത്തിലുള്ളവരും എല്ലാ ലോകത്തിലുള്ള എല്ലാ പൊസിഷൻസിനെയും നമ്മൾ പ്രാപ്തി കളയണം. അപ്പോ ഇതിലാണ് അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു അല്ലെങ്കിൽ നമുക്ക് സാൽവേഷൻ കിട്ടുക, അല്ലെങ്കിൽ മോക്ഷം കിട്ടുക എന്നാണ് ജൈനമതം പറയുന്നത്. കാരണം ഒരു ഹൗസ് ഹോൾഡറായിട്ട് എന്തുകൊണ്ടാണ് ബ്രഹ്മചര്യ പറഞ്ഞു വെച്ചാൽ, ഒരു കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് ഇരിക്കുമ്പോൾ അതിൽ ഈ വിട്ടു നിൽക്കുക, വേൾഡിലി എല്ലാത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സുണ്ടാവില്ല. അതുകൊണ്ടാണ് ആ വോസ് അല്ലെങ്കിൽ ഓത്ത് അവര് പറഞ്ഞത്. ഇനി പൂർവാസ് ഓഫ് മഹാവീര എന്ന് പറയുമ്പോഴത്തേക്ക് ഇതില് ഈ മഹാവീരയില് തന്നെ 14 ഗ്രന്ഥങ്ങളായിട്ട് മാറ്റി. ആ സുതല ഡിവൈഡഡ് ഇതിൽ 12 കാനൻസ് പറയും. പാടലിപുത്രയിലാണ് ഫസ്റ്റ് കൗൺസിൽ. ശ്വേതാംബരാസ് ആൻഡ് ദിഗംബരാസ്. ശ്വേതാംബരം, ദിഗംബര എന്ന 2 ഗ്രൂപ്പായിട്ട് മാറുന്നു. ഇവര് വൈശാലിയിൽ വെച്ച് പുതിയ അഡീഷൻസ് ഒക്കെ കൊണ്ടുവന്ന് മൈനർ ആയിട്ടുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് അവര് കൊണ്ടുവരുന്നു. ഇതില് കൂടാണ്ട് 12 അംഗം അല്ലെങ്കിൽ 12 ഭാഗമായിട്ട് പിരിച്ചിട്ട് അതിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ കൊണ്ടുവരുന്നു. അർച്ചന സൂത്ര, ഭഗവതി സൂത്ര, ഇത് 2 കൂടുതൽ. ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാല്, ഈ ബുദ്ധ ഭിക്ഷു അല്ലെങ്കിൽ ജൈന മതത്തിൽ വിശ്വസിക്കുന്ന ഭിക്ഷു ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെ വിധത്തിലാണ് എന്നുള്ളത് ഈ 2 അംഗത്തിൽ കൂടിയാണ് അവര് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തുകൊണ്ട് ഇത് പെട്ടെന്ന് സ്പ്രെഡായി, ബുദ്ധിസം ജൈനിസം എന്തുകൊണ്ട് പെട്ടെന്ന് സ്പ്രെഡായി? എല്ലാ വിധത്തിലും ഈ ആൾക്കാര് ആര്യ സമാജത്തിലെ ഈ തേരാന്നാണ് പറയാ. ഇവര് ആര്യശർമ്മയും ഒരു ചീഫ് എന്ന് പറയുന്നതിന് തേര എന്ന് പറയും. ജെയിൻ ഓർഡറിൽ എടുത്ത് അവര് 11 ശിഷ്യന്മാരാണ്. 20 വർഷത്തിന് ശേഷമാണ് ആര്യസുക്ത മരിച്ചു പോകുന്നത്. ഇതിന് കാരണം, ഇവർക്കുള്ള പെട്ടെന്നുള്ള കാരണം എന്താ വെച്ചാല്, ഇവർക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. മഹാപത്മനന്ദാമരി രാജകീയമായ സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ടും, ഈ സൗബ്യ ആൻഡ് ഭദ്രബാഹു എന്ന് പറഞ്ഞ 2 പേരും സമുദ്രഗുപ്ത മൗര്യന്റെ ടൈമിലും മധുരയിലും ഉജ്ജയിനിലും ഒക്കെ വലിയ വലിയ സെന്റേഴ്സ് ഉണ്ടാക്കി അവിടെ പ്രാർത്ഥന നടത്തുന്നു, അല്ലെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു. പെട്ടെന്ന് അത് വിടുന്നു. പിന്നെ ഒരു ചെറിയ വ്യത്യാസം, ഇവിടെ പാലി ഭാഷയിലല്ല, പ്രക്കത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഷയിലാണ് അവര് പ്രീച്ചിങ് നടത്തുന്നത് അല്ലെങ്കിൽ പറയുന്നത്. കാരണം അത് കുറച്ചുകൂടെ പോപ്പുലർ ആണ്, ആൾക്കാർക്ക് കുറച്ചുകൂടെ സാമാന്യമായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നു. പിന്നെ എല്ലാ വിധമായ സിമ്പിൾ ആയിട്ടുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മോറൽസും റൈറ്റിലായിട്ടുള്ള റൂൾസും കാരണം ഇവർക്ക് ആൾക്കാർക്ക് ആകർഷണം വരുന്നു ഈ മതത്തിൽ. അപ്പോ ഈ മതത്തിൽ അല്ലെങ്കിൽ പുതിയതായിട്ടുണ്ടായ മതത്തിന് സപ്പോർട്ട് കിട്ടുന്നു, അവർക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് അത് സ്പ്രെഡ് ആകാൻ തുടങ്ങി. ഇനി കൗൺസിൽ അല്ലെങ്കിൽ മീറ്റിംഗ്സ്, അല്ലെങ്കിൽ ഒരു ഭക്ഷ്യക്ഷാമം ബീഹാറിൽ ഉണ്ടാവുന്നു. അത് 12 കൊല്ലം കണ്ടിന്യൂ ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഭദ്രബാഹുവും കുറച്ച് ശിഷ്യന്മാരും കൂടി ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ കർണാടകയിലെ ശരവണ ബൽഗോളയിൽ പോകും. അവിടെ അവർ താമസിക്കുന്നു. ബാക്കിയുള്ള ശിഷ്യന്മാര് മഗധയിൽ തന്നെ അവിടെ താമസിക്കുന്നു. അവരുടെ ലീഡറായിട്ട് പറയുന്നത് സുധുഭദ്ര എന്നാണ് ആ ലീഡറിന്റെ പേര്. അവരവിടെ തന്നെ ജീവിക്കുന്നു. കുറെ പേര് ഭദ്രബാഹുവും ശരവണ ബൽഗോള പോകും. കുറെ കാലം അവിടെ അവർ താമസിക്കുന്നു. 12 കൊല്ലത്തോളം അവര് 12 അംഗമായിട്ട് അവരുടെ ടീച്ചിങ്സിനെ വിഭജിച്ച് കൊണ്ടുവരുന്നു. 2ാമത്തെ കൗൺസിൽ സമയത്ത് ദേവഗിരിയിൽ നിന്ന് അവര് കർമ്മശാസ്ത്രമാണ് എയിം. ഇതില് 2ാമത്തെ ബലബിയിൽ നടക്കുന്ന കൗൺസിൽ മീറ്റിംഗിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ ബുക്സ് എല്ലാം അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ളതിനെയൊക്കെ എഴുത്ത് മുഖാന്തരം സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി വെക്കണമെന്ന് അവർ വിചാരിക്കുന്നു. 12 അംഗങ്ങളില് ഒന്നും പോയി പിന്നെ ഇതിനെ ബാക്കിയുള്ളതിനെയൊക്കെ അവര് എഴുതി ഉണ്ടാക്കി വെച്ചത് അർത്ഥമഗധി എന്നുള്ള ഭാഷയിലാണ് അല്ലെങ്കിൽ ലിപിയിലാണ്. ഓക്കെ. ഇനി ഭദ്രബാനു ഇവര് തിരിച്ചു വരുന്നു. ശരവണ ബൽഗോളയിൽ പോയിട്ട് അവർ തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന ശേഷം അപ്പോഴത്തേക്കും മഗധയില് താമസിച്ചവരും കർണാടകയിലെ താമസിച്ചവരും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ആ വ്യത്യാസത്തിൽ അവർക്ക് ഗ്യാപ്പ് കുറച്ചുകൂടെ കൂടുതലായി പോകും. അല്ലെങ്കിൽ അവര് മഗധയില് താമസിച്ചിരുന്നവര്
വെള്ള വസ്ത്രം ധരിക്കുകയും അവരെ സ്വയമായിട്ട് പേര് മാറ്റി ശ്വേതാംബരാസ് എന്ന് പറഞ്ഞു. പിന്നെ ദിഗംബരാസ് എന്ന് പറയുന്നവര് ജൈനമതത്തിലെ ഉത്ഭവത്തിലുള്ള മാതിരി തന്നെ അവര് ഫുള്ളായിട്ട് നേക്കഡായിട്ട് വസ്ത്രങ്ങൾ ഉപയോഗിക്കാണ്ട് നടക്കുന്നവരും ജൈനമത മഹാവീരന്റെ അതേ ഭാഷകളിൽ അല്ലെങ്കിൽ ആ അങ്ങേര് പറഞ്ഞ പ്രിൻസിപ്പിൾസിനെ വളരെ കാര്യമായിട്ട് നോക്കുന്നവരാണ് ദിഗംബരാസ്. ഈ രണ്ട് വ്യത്യാസം, ഒന്ന് മഗധയിൽ ഇരുന്നവരും ചെറിയ ചേഞ്ചസ് അവരുടെ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കി അവർ വെള്ള ക്ലോത്ത് ഉപയോഗിച്ചു, വെള്ള മൗത്ത് പീസ് വെച്ചു, ചൂലുകൊണ്ട് അടിച്ചുകൊണ്ട് പോയിരുന്നു. അവര് ശ്വേതാംബരാസ് ഒരു ഗ്രൂപ്പാണ്. ജൈനിസം നമ്മൾ നേരത്തെ ബുദ്ധിസത്തില് കണ്ട തന്നെ ജൈനിസത്തിലും സ്പ്ലിറ്റ് വരുന്നു. ഈ സ്പ്ലിറ്റിന്റെ കൂടെ പിന്നെ വരുന്നത് ദൈവത്തിന്റെ രൂപം വെച്ചിട്ട് വർഷിപ്പ് ചെയ്യുക, ദൈവത്തിന്റെ രൂപം വെച്ച് വർഷിപ്പ് ചെയ്യാന്നുള്ള അതില് പിന്നെ സ്ക്രിപ്റ്റേഴ്സ് എഴുതുന്നതില് ഇതിൽ രണ്ടും അവർക്ക് വ്യത്യാസം വരുന്നുണ്ട്. ശ്വേതാംബരാസ് എന്താ പറയാ വെച്ചാല് അവര് പിന്നെയും തേരാപാനീസ് എന്ന് പറയും. ഇതിൽ ഇഷ്ടമില്ലാത്തവര് ദിഗംബരാസ് സ്വയമായിട്ട് അവര് സന്യാസി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി ഇതിന്റെ കാരണവശാണ് ഈ ഇങ്ങനെയുള്ള റിലീജിയസ് മൂവ്മെന്റ്സ് ഇവിടെ വന്നു. ഇതൊക്കെ കൊണ്ടുള്ള ഇമ്പാക്ട് എന്താണ്? ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് കൊണ്ട് ഈ പുതിയതായിട്ടുള്ള രണ്ട് റിലീജിയൻ നാട്ടിൽ വേദ സമയത്ത് നടന്നത് കാരണം എന്താണ് പരിണാമം ഉണ്ടായത്, അതാണ് ഇമ്പാക്ട് എന്ന് പറയാ. ആ ഇമ്പാക്റ്റില് ഒന്നാമത്തെ കാര്യം എല്ലാ സൊസൈറ്റിയിലും ഒരു സോഷ്യലായിട്ട് ഇക്വാളിറ്റി. നമ്മൾ നേരത്തെ വേദ പീരീഡിൽ പഠിച്ചു, എല്ലാത്തിനും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് മേധാവിത്യം, ബ്രാഹ്മണ മേധാവിത്യം ഉണ്ടായിരുന്നു. ആൾക്കാരെ ബാക്കിയുള്ളവരെ വളരെ പുച്ഛമായിട്ട് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു സിസ്റ്റം വേദിക് പീരീഡിലുണ്ട്. പക്ഷെ ഈ സമയത്ത് എല്ലാവർക്കും ഒരു സമമായിട്ട് കാണുക, എല്ലാരെയും സമമായിട്ട് കാണുക. പിന്നെ തൊട്ടുകൂടായ്മ, അതായത് നമ്മൾ ബുദ്ധന്റെ കാലഘട്ടത്തിൽ വാസവദത്തയുടെ കേസുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെള്ളം ബുദ്ധഭിക്ഷു ചണ്ടാളന്റെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ചു കുടിക്കുന്നു. അപ്പൊ അവിടെ അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ, അതിനെ വേണ്ടാന്ന് പറയുന്നു. ലേഡീസിന് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് സ്റ്റേറ്റസ് കൊടുത്തിട്ട് അവർക്കും നൺസ് ആകാനുള്ള അഡ്മിഷൻ കൊടുക്കുന്നു. പിന്നെ ബ്രാഹ്മണാസിന്റെ ഇതിന്റെ പരിണാമം എന്താ വെച്ചാൽ ബ്രാഹ്മൺസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ഇമ്പോർട്ടൻസ് കുറയുന്നു. പിന്നെ നമ്മള് വേദിക് പീരീഡില് കടല് കടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം കടല് കടന്നാൽ മരിച്ചു പോകും, അല്ലെ വരാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ഇവര് വിശ്വസിക്കുന്നില്ല. രണ്ട് റിലീജിയനും വിശ്വസിക്കുന്നില്ല. കടല് കടന്ന് ഉള്ള കാരണങ്ങൾ കാരണം സ്പ്രെഡ് ചെയ്യുന്നു, പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നു ഈ റിലീജിയൻ. അത് മാത്രമല്ല ഈ ബിസിനസ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ചുകൂടെ കാര്യമായിട്ട് ബിസിനസ് ചെയ്ത് ഈവൻ ശ്രീലങ്കയിൽ പോയിട്ട് കൂടെ അശോകന്റെ മകനും മകളും ശ്രീലങ്കയിൽ പോയി ബുദ്ധിസം പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി പിന്നെ ഏറ്റവും വലിയ എളുപ്പമായിട്ട് വരുന്നത് ലാംഗ്വേജ്. ഈ 3 ലാംഗ്വേജ് പ്രകീത്, പാലി, അനുധാമ, ഇതിനാണ് ഫോക്കസ് കൊടുത്തത്. സാൻസ്ക്രിറ്റിനല്ല ഫോക്കസ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ കണ്ടത്. ആ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടത്. ഈ രണ്ട് റിലീജിയനും ഇപ്പോഴും പ്രാക്ടീസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ കാലഘട്ടങ്ങളിൽ ഇല്ലെങ്കിൽ അടുത്ത കൺട്രികളുണ്ട്. ചൈനയിലും ശ്രീലങ്കയിലൊക്കെ ഇപ്പോഴും തായ്ലാന്റിലൊക്കെ ഈ ബുദ്ധിസത്തിന്റെ ടെമ്പിൾസ് കാണാൻ പറ്റും. അപ്പോ ഇവിടെ നമ്മൾ ഒരു ധനപരമായും സൊസൈറ്റിയിലും ഒരു പുതിയതായിട്ടുള്ള ഒരു എമർജൻസ് ആണിത്. ഈ രണ്ട് റിലീജിയനും ബുദ്ധിസമായിട്ട് ജൈനിസമായാലും അവര് ഫോക്കസ് ചെയ്തിട്ടുള്ളത് 2 കാര്യങ്ങളാണ്, 3 കാര്യങ്ങൾ. ഒന്ന്, മനുഷ്യധർമ്മത്തോടെ മനുഷ്യനായിട്ട് കാണുക. 2, അവനവന്റെ കർമ്മം ശരിയായി ചെയ്യുക. 3, എത്രത്തോളം ഹിംസ ചെയ്യേണ്ട, അതാണ് ഗാന്ധിജിയും അഹിംസ എടുക്കാനുള്ള കാര്യം. പിന്നെ നല്ല വിധത്തിലുള്ള മോറൽ ലൈഫിലും ജീവിച്ചു പോവുക. ഒരു കാരണവശാലും മതത്തില് അല്ലെങ്കിൽ
ആനിമൽസിനെ വർഷിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബലി കൊടുക്കേണ്ട കാര്യമില്ല. വർഷിപ്പ് ചെയ്യേണ്ട, സ്റ്റാച്ചു വെച്ച് വർഷിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കാസ്റ്റ് സിസ്റ്റം, അതായത് അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് വേണ്ട. ഇതൊക്കെ പറയുന്നത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അത് ശരിയായത്. പിന്നെ ഈ സമയ കാലഘട്ടങ്ങളിൽ ചെറിയ രണ്ട് മൂന്ന് സെറ്റുകളുണ്ട്, അതിനെപ്പറ്റി ഞാൻ പരാമർശിച്ചില്ല. അവരെന്താന്ന് വെച്ചാല് ശൂദ്ര സന്യാസീൻ കോൾഡ് അജവിക്സ് അല്ലെങ്കിൽ സക്കറാസ്. ഇവര് മെറ്റീരിയലിസത്തിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്. ഇവരുടെ അഭിപ്രായ പ്രകാരം ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ്. അതാണ് ലാസ്റ്റ് ആയിട്ട് പറയുന്നത്. ജീവിതത്തിൽ എല്ലാം സുഖമായിട്ട് മരിക്കണം, സുഖമായിട്ട് ജീവിക്കണം, ആ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുക. ഇതിനെപ്പറ്റി നമ്മൾ കാര്യമായിട്ട് പരാമർശിച്ചിട്ടില്ല. ഇതോടുകൂടി ഞാൻ ഈ ടോപ്പിക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.